എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 2 റീയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റീയൂസ് ആക്കുന്നത് ഇതുപോലത്തെ പഴയ ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പഴയ ടീഷർട്ടെങ്കിലും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ അത് കളയാതെ ഈ ഐഡിയാസിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ ഈ ഒരു ഐഡിയ കണ്ടു നോക്കാം. ആദ്യം ഇതുപോലെ ടീഷർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ചുളിവൊക്കെ ഒന്ന് നിവർത്തി ഇടുക. എന്നിട്ട് നമുക്കതിൻ്റെ ആ ഒരു കൈയിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൈയിൻ്റെ ഭാഗം കറക്റ്റ് ആ ഒരു കൈക്കുഴിയുടെ ഭാഗമല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നടുവേ മടക്കി ഇട്ട ശേഷം ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആ ഒരു കോളറിൻ്റെ ഭാഗമല്ലേ അവിടെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കുഴി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ നടു ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുക. അല്ലാണ്ട് ആദ്യം തന്നെ നന്നായിട്ട് കുഴിച്ച് കട്ട് ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ അത് കൂടിപ്പോയാൽ പിന്നെ ആകെ കേടാവും. ആദ്യം കുറച്ച് കട്ട് ചെയ്യുന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാമല്ലോ, അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തതായിട്ട് ടീഷർട്ടിൻ്റെ താഴെ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുള്ളത് ഉണ്ടാവില്ലേ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. ആ ഭാഗത്തിനൊരു കട്ടി കൂടുതലുള്ളതായിരിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ താഴത്തു നിന്ന് കുറച്ച് മുകളിലായിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇത്ര അളവൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങളുടെ ടീഷർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചും. പിന്നെ ഇങ്ങനെ താഴെ ഭാഗത്തിന് എത്ര അകലം വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി അതുപോലെ തന്നെ നമ്മളിതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ഞാൻ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ ഒരു സ്ട്രിപ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ടീഷർട്ടിൻ്റെ താഴെ ഭാഗവും മുകളിലത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരേ ലെവലിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കട്ടിങ് അവസാനിപ്പിക്കുന്ന സ്ഥലം എല്ലാത്തിൻ്റെയും ഒരേ രീതിയിലായിരിക്കണം. ഒരെണ്ണം കുറച്ച് താഴ്ത്തി കട്ട് ചെയ്യുക, ഒരെണ്ണം കൂടുതൽ, അങ്ങനെ ചെയ്യരുത്. ഒരേ ലെവലിൽ തന്നെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെയും മുകളിലത്തെയും ആ ഒരു സ്ട്രിപ്പുകൾ തമ്മിൽ നന്നായിട്ടൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. കടുങ്കെട്ടൊക്കെ പറയില്ലേ നമ്മൾ, അതേപോലത്തെ കേട്ടോ. അഴിഞ്ഞു പോണ രീതിക്കല്ല. പിന്നെ ടീഷർട്ട് ആയതുകൊണ്ട് നന്നായിട്ട് ഉറച്ചിരിക്കും. ഇങ്ങനെ വലിച്ച് കെട്ടുമ്പോൾ അത് അഴിഞ്ഞു പോരേയില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ എല്ലാം തന്നെ കെട്ടി എടുക്കണം. കുറച്ചൊരു ക്ഷമ വേണം. എന്നാലും ഇതിപ്പോൾ ടീഷർട്ടിൻ്റെ അടിഭാഗം മാത്രമാകുമ്പോൾ അത്രയ്ക്കൊന്നുമില്ലല്ലോ, വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാലും മതി, നന്നായിട്ട് ഫുള്ളായിട്ട് കെട്ടിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗം നമ്മൾ തയ്ക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. പിന്നെ അടി കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ, ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാനായിട്ട്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ ഹോളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല രസത്തിൽ തന്നെയായിരിക്കും, നല്ല ടൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ച് തുന്നണമെങ്കിൽ തുന്നാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചാൽ, നേരത്തെ നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തില്ലേ ഇതുപോലത്തെ ഇങ്ങനെ സ്ട്രിപ്പ് ഏറ്റവും അടിഭാഗത്ത്, അതെടുത്തിട്ട് ഒരു ചെറിയൊരു റിങ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ ഒരു കൈയിൻ്റെ ഭാഗത്ത് കേട്ടോ, മോൾ ഭാഗത്ത്. അപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് സൂചി നൂലും വെച്ച് കൈ വെച്ച് ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു റിങ് പോലെ ഒന്ന് ഒതുക്കി നിർത്തുക ആ ഒരു പിടിയുടെ ഭാഗം. അതേപോലെ തന്നെ ഞാൻ മറ്റുള്ള ഭാഗത്തും ഇങ്ങനെ റിങ് പോലെ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനലായിട്ട് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള നല്ലൊരു ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ പ്ലാസ്റ്റിക്കിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ബാഗൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സിമ്പിളല്ലേ, ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ടീഷർട്ടിന് നല്ലൊരു സ്ട്രെങ്ത്തും ഉണ്ട്, അങ്ങനെ പൊട്ടൊന്നുമില്ല. അതിൻ്റെ സ്റ്റഫും തുണിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കും, നന്നായിട്ട് സ്പേസും ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹാൻഡ് ബാഗ് ആക്കിയിട്ടും ഇതിനെ മാറ്റാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നല്ലൊരു ഹാൻഡ് ബാഗാണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്.
കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് മറ്റൊരു ഐഡിയ നോക്കാം. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിന് ഇതുപോലത്തെ ഒരു ടീഷർട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു കൈയിൻ്റെ ഭാഗം 2-3 കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് 2 പോക്കറ്റ് പോലെ സെറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ചെറിയ ടീഷർട്ടാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ പഴയത് ഇതായതുകൊണ്ട് ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. ഇതൊന്ന് നിവർത്തിയിട്ട് ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു പോക്കറ്റാക്കി എടുക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ കൈ വെച്ച് തുന്നിയാലും മതി. ചെറിയ സ്ഥലമല്ലേ, അവിടെ തുന്നാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒട്ടിച്ചിട്ട് ആ നല്ല ഭാഗത്തേക്ക് മറിച്ചിടുക. അപ്പോൾ കറക്റ്റൊരു പോക്കറ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ മറ്റേ ഒരു സൈഡിലെ കൈയും വെട്ടിയെടുത്തിട്ട് സെയിം ആ ഒരു പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു പോക്കറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ ഇതുപോലെ 2 പോക്കറ്റുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ടീഷർട്ടിൻ്റെ ആ ഒരു സൈഡിലെ സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് വിടിയിച്ചിട്ട് അതിലെ ഒരു കത്രിക കടത്തിയിട്ട് ആ മുകളിലത്തെ പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മുകളിലത്തെ പീസ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, താഴെ കട്ടാവരുത് കേട്ടോ. അത് സൂക്ഷിച്ചിട്ട് ആ മോൾ ഭാഗം ഫ്രണ്ട് ഫുള്ളായിട്ട് നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് അരികെ അടിക്കുന്നതിന് പകരം ഞാനിങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തുന്നിയാലും മതി. മുകളിലത്തെ ആ ഒരു പീസിലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്നൊന്നുമില്ല, അത് ഓപ്ഷനിലാണ് കേട്ടോ. എന്നാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ തുറന്ന് പോകാണ്ടിരിക്കാൻ ഞാൻ 2 കൂടെ കൂട്ടി ഒന്ന് ഒട്ടിച്ചും കൊടുത്തു. അപ്പോൾ അതും ചെയ്യണമെന്ന് നിർബന്ധമില്ല, പിന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും ചെയ്താൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ഗ്ലൂ ഗൺ ഒന്ന് ആക്കി കൊടുത്തിട്ട് അവിടെയും ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഒരു 2 പോക്കറ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെ ഭാഗം ഹോളുള്ളിടത്തും ആ ഒരു സെയിം ആയിട്ട് ഗ്ലൂ ഗൺ തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 2 പോക്കറ്റ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോക്കറ്റുകൾ 2ഉം ഒട്ടിക്കണം. അതിനു മുമ്പ് ചെറുതായിട്ടൊരു ലേസും കൂടെ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ബെഡിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ബെഡാണെങ്കിൽ അനങ്ങാതെ ഇത് ഇരുന്നോളും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഷൂവിലൊക്കെ ഒട്ടിക്കുന്ന വെൽക്രോ അല്ലേ, അത് വെച്ചിട്ട് ബെഡിലും ഈ ഒരു സംഭവത്തിലും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. ബെഡ് നല്ല ടൈറ്റ് ആണെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് കിടക്കുന്ന സമയത്ത് ബുക്കോ അല്ലെങ്കിൽ മൊബൈലൊക്കെ വെക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒതുങ്ങി ഒരു സ്ഥലത്ത് ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ മുകളിലത്തെ ഭാഗം ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസറും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കാണിച്ചു തന്ന 2 ഐഡിയാസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇനിയപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്